വീണ്ടും തുടർക്കഥയാകുകയാണ് റാഗിംഗ്. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് പരാതി വരുന്നു. ആദ്യം അതിന്റെ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് നേരിട്ടത് ക്രൂര പീഡനമെന്ന് വെളിപ്പെടുത്തൽ. ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചെന്നും SFI യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ബിൻസ് ജോസഫ് 24നോട് പറഞ്ഞു. റാഗിംഗ് നടന്നുവെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ഥിരീകരിച്ചതിന് പിന്നാലെ 7 3ാം വർഷ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസുപെടുത്തിയിട്ടുണ്ട് പോലീസ്. ഞാൻ എൻ്റെ കൂട്ടരെ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുമായിരുന്നു. ആ അടിയുടെ ഇടയ്ക്ക് അഭിഷേക് അങ്ങ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഓടി കയറി. അപ്പോൾ ഞാൻ മാത്രമായപ്പോൾ എന്നെ മാത്രമായിട്ട് അവിടെ കുറേ അടിച്ച് മുളയൊക്കെ എടുത്ത് എൻ്റെ തലയിലടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഊരി എൻ്റെ ഇവിടെ മുഖത്തൊക്കെ അടിച്ച് കുറേ ഇടിയാന്ന്, നെഞ്ചിലും മുഖത്തും തലയിലൊക്കെ കുറേ ഇടിയാന്ന്. ഇതിലും ക്രൂരമായ പീഡനമാണ് ബിൻസ് ജോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പ്രകോപനമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചതാണ് ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും നൽകിയ പരാതി. SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾ യൂണിറ്റ് റൂമിലെത്തിച്ചു മർദ്ദിച്ചു. അരമണിക്കൂറോളം മുട്ടുകുത്തി നിർത്തി. തലയിലും കഴുത്തിലും മർദ്ദിച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയിട്ട് വെള്ളം നൽകി. ഷർട്ട് വലിച്ചു കീറിയെന്നും സുഹൃത്ത് മർദ്ദിച്ചുവെന്ന് പറയാൻ ഭീഷണിപ്പെടുത്തിയെന്നും ബിൻസ് ജോസ്. SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് മുട്ടുകുത്തി നിൽക്കാൻ, മുട്ടുകുത്തി നില്ലെങ്കിൽ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നു പറഞ്ഞ് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പ് എടുത്ത് കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വെള്ളം ചോദിച്ച്, വെള്ളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ചേട്ടൻ കൊണ്ട് തന്നപ്പോൾ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളം കളഞ്ഞിട്ട് 3/4 ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് തുപ്പിയ വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നു. പരാതിയിൽ അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് സെൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് കഴക്കൂട്ടം പോലീസിന്റെ തീരുമാനം. റാഗിംഗിൽ പ്രതിഷേധിച്ച് KSU കാര്യവട്ടം കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. എന്ത് നടപടിയെടുത്താലും ഇതിന് അറുതി വരുത്തിയേ മതിയാകൂ. ഈ ക്രൂര വിനോദം അവസാനിപ്പിക്കേണ്ടതുണ്ട്.